ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വിപ്പിംഗ് ക്രീമും ചൈന ഗ്രാസും ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പാലെടുക്കുന്നുണ്ട്. 1.25 ഗ്ലാസ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പം കുറച്ച് വണ്ണമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പാലും ബ്രെഡൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1.25 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. അപ്പോൾ പാല് ചൂടാകാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്കി മെയ്ഡ് ചേർത്താലും മതി. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും കൂടും, പഞ്ചസാര വേണമെന്നും ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 സ്പൂണ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 സ്പൂണ് നിറയെ കോൺഫ്ലോർ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് മിക്സാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരിട്ട് ഒഴിക്കുമ്പം കട്ട കെട്ടും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ കലക്കി കൊടുത്തിട്ട് കുറച്ചായിട്ട് തിളച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അടിയിൽ വേഗം പിടിക്കും. പാല് കട്ടിയായി വരും, അപ്പോൾ അത് അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ റൊട്ടി അസംബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു ട്രേയിൽ എടുത്തിട്ട് ഇപ്പോൾ റൊട്ടിയൊക്കെ ഒന്ന് കറക്റ്റ് ലെവലാക്കി വെക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ റൊട്ടി ഇട്ട് കൊടുക്കാം. ഞാൻ എത്ര സ്ലൈസാണെന്നൊന്നും ഇവിടെ പറയുന്നില്ല. എൻ്റെ പാത്രം കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ കുറച്ചധികം ബ്രെഡ് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാല് തിളക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സും കൂടി അതിലേക്ക് കുറേശ്ശെയായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇത് മൊത്തമായിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് മൊത്തമായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതും ലോ ഫ്ലെയിം ആക്കിയിട്ട് തന്നെ വയ്ക്കുകയും ചെയ്യണം. അത് കൂടെ പറയുന്നത് പിന്നെ കയ്പ്പ് വരും, അത് അടിയിൽ പിടിച്ചു പോയാൽ അതിൻ്റെ കയ്പ്പ് വരും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു തിക്നെസ് കറക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ തയ്യാറാക്കിയത് ഈ പാലിൻ്റെ മിക്സ് ഇത്ര ഒരു കട്ടിയിലാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വേയിലാണ് ഞാൻ ഈ പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, നമ്മൾ നേരത്തെ അസംബിൾ ചെയ്ത് വെച്ച റൊട്ടിൻ്റെ മുകളിലേക്കായിട്ട് ഈ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ആ ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ മൊത്തം കവർ ചെയ്യുന്ന വിധത്തിൽ ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് പീസസോ അല്ലെങ്കിൽ നട്ട്സിൻ്റെ മിക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ലെയറും കൂടി റൊട്ടി ലെയറാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാം. ബാക്കിയുള്ള ആ പാലിൻ്റെ മിക്സും കൂടി അതിന് മുകളിലേക്കായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം അത് റൊട്ടിയൊക്കെ ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി മിനുക്ക് പണികളാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബൂസ്റ്റ് ഞാൻ അതിന് മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ബൂസ്റ്റിൻ്റെ ഒരു ചൊയയും കൂടി ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊക്കോ പൗഡറോ എന്താ കൈമേലുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പാക്കറ്റ് ബൂസ്റ്റ് അതിൻ്റെ മുകളിലായിട്ടായി വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ നമ്മളെല്ലാം കുട്ടികൾക്കെല്ലാം വാങ്ങുന്ന ചോക്കി എന്ന് നമ്മളെ നാട്ടിൽ പറയാറ്. നിങ്ങളെ നാട്ടിൽ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും കൂടി ഞാനിവിടെ ഇതിന് മുകളിലായിട്ട് കുറച്ചായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ആഡാക്കി കൊടുക്കുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണിത്. ഇതിലും എളുപ്പത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചൈന ഗ്രാസിൻ്റെയും ക്രീമിൻ്റെയും ഒന്നും ആവശ്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലും പുഡിങ് കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് തിന്നാനും തയ്യാറാക്കാനും പറ്റിയ ഒരു നല്ലൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഞാനിവിടെ ഇതിന് മുകളിലായിട്ട് കുറച്ച് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൈമേൽ കിട്ടിയതൊക്കെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കലാണിപ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.